ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടീച്ചേഴ്സ്, പി കെ ദാമോദർ സാർ, നമ്മൾ നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം കൃത്യസമയത്ത് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ പുറകെ വരട്ടെ. അതിനകത്ത് നമുക്കറിയാം, ഈ ഗ്രീൻ എനർജി പ്രോജക്റ്റ് IRUമായിട്ട് ചേർന്നുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. അവരുടെ CSR പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള പ്രോജക്റ്റാണ്. നിങ്ങൾ പലരും പ്രോജക്റ്റ് തയ്യാറാക്കുന്ന പല പല സ്റ്റേജിലാണെന്ന് നമുക്കറിയാം. എങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ മീറ്റിംഗ് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് UPS ലെവലിലും ഹൈസ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഇത് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരിക്കാനായിട്ടും മീറ്റിങ്ങിൽ മോഡറേറ്റ് ചെയ്യാനായിട്ടും ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ പി കെ ദാമോദർ സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ, പി കെ ദാമോദർ സാർ, പ്ലീസ്. സാറെ തുടങ്ങാം സാർ. ഓക്കെ. സാറ് ഏതിനാ കയറിയിരിക്കുന്നത്? അതിനകത്ത് പേര് കാണുന്നില്ലല്ലോ. ഞാൻ മൊബൈലിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചറിയാൻ. ഓക്കെ, ശരി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ കിട്ടി. എനിക്ക് ഇവരാണെങ്കിൽ അങ്ങനെ പിള്ളേർ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നത്. പക്ഷെ യുവർ മദർ ഹാവ് SCX with your father. നീ പോടാ. എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഉള്ള ഒരു അപേക്ഷയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം. കാരണം നമ്മളറിയാതെ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഇതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആരാണോ സംസാരിക്കുന്നത് നിങ്ങളിൽ ഒരാൾ ചോദ്യം ചോദിക്കുകയാവാം, അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും അതിനുള്ള വിശദീകരണം തരുന്നതാവാം. അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റാതെയാവും. അപ്പം നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിൻ്റെ ഫലം ഇല്ലാതാവും. അതുകൊണ്ട് മൈക്ക് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ചോദിക്കേണ്ടുന്ന സമയത്ത് മാത്രം അത് ഓൺ ചെയ്ത്, അതായത് അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ ചോദ്യം ചോദിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആശയവിനിമയം നടത്താൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും മെന്റർ ടീച്ചേഴ്സ് കൂടുതൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവസാന ഘട്ടത്തിലാണ് ഇതിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ മീറ്റിങ്ങുകളിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മെന്റർ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകളിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലായിട്ടോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷം, അതായത് നമ്മൾ ഈ പ്രോജക്റ്റ് ഇതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്. അപ്പോൾ ഈ ജൂലൈ 3-ാം വാരത്തോടു കൂടി നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യണം. ഈ പ്രോജക്റ്റ് ഒരു വർഷത്തേക്കുള്ള പ്രോജക്റ്റാണ്. എന്താണ് പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് പല സന്ദേശങ്ങളിൽ കൂടെയും ഞാനും ഡോക്ടർ രത്നകുമാറും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഹലോ, നിങ്ങൾ മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ആരെങ്കിലും കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ,
നമ്മളിൽ ഓരോരുത്തരിലും, ഓരോ വിദ്യാർത്ഥിയിലും അടങ്ങിയിരിക്കുന്ന ഒരു ജന്മവാസനയുണ്ട്. അതായത് നമ്മൾക്ക് മുമ്പിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വരിക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക, അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിൽ താനേ വരും. അത് സ്കൂളുകളിലും കോളേജുകളിലും പോയി വിദ്യാഭ്യാസം നേടിയവരായാലും അല്ലെങ്കിലും ഒരു വിദ്യാഭ്യാസമില്ലാത്തവർക്കും ഈ ഒരു കഴിവ് ജന്മനാ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരുന്നു? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആശയം ഉദിക്കുന്നു. അതാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു നോക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളൊരു നടവഴിയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ റോഡാണ്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, നമുക്ക് വഴിയൊക്കെ അറിയാം. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളെ റോഡിലൊരു ഭാഗം വെള്ളം മുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കും, ഇല്ലേ? അവിടെ നിൽക്കും. നമ്മൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു വാഹനത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉടനെ നിൽക്കും. നിന്നിട്ട് നമ്മൾ എന്താണ് ആലോചിക്കുക? ഈ വെള്ളം എത്ര ആഴത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് നമ്മൾ നടന്നു പോയാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു വാരിക്കുഴിയിൽ പെട്ടുപോകുമോ, അല്ലെങ്കിൽ ഈ ഒഴുക്ക് എത്ര ശക്തിയുണ്ടെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ ഒലിച്ചു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം നമ്മളെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ അപകടം കൂടാതെ ഇത് മറിഞ്ഞ് കടക്കാൻ ഇനി എന്താണ് വഴി? നടന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂട്ടറിലോ ബൈക്കിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് ഈ വെള്ളത്തിൽ കൂടി നമുക്ക് ഓടിച്ചു പോകാം എന്നുള്ള നമ്മൾ അതിൻ്റെ പരിസരമൊക്കെ നമ്മൾ നോക്കും. അപ്പുറത്തും ഇപ്പുറത്തുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള വെള്ളത്തിൻ്റെ കണക്ക്, റോഡിൻ്റെ കിടപ്പ്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ മനസ്സിലൊന്ന് തീരുമാനിക്കുമല്ലോ, അല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ അവസാനം തീരുമാനിക്കുന്നു, നമ്മളെ ഈ വാഹനം കൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ, ഒരുപക്ഷെ അതിൻ്റെ ആക്സിലറേറ്റർ ഒന്നും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ ഇത്തിരി കുറഞ്ഞ വേഗതയിൽ നമ്മൾ എങ്ങനെ അപകടം കൂടാതെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ, കാരണം നമ്മൾ ഗ്രൗണ്ട് കാണുന്നില്ല, നമ്മൾ കടന്ന് അക്കരെ കടക്കുന്നത് വരെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പുതിയ ആശയങ്ങൾ ഉണ്ടാവും. കടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം വന്നാൽ അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കും, ഈ തടസ്സം എങ്ങനെ മാറ്റാൻ കഴിയും. ചിലപ്പോൾ ഒരു വെള്ളക്കെട്ടാവില്ല, ചിലപ്പോൾ ഒരു മരം വീണ് കിടക്കുന്നതായിരിക്കും. മരം വീണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എന്താ ആലോചിക്കുക? ആ മരം നമ്മൾക്ക് തന്നെ കൈകൊണ്ട് പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നമുക്ക് പോകാൻ കഴിയുമോ എന്ന് നോക്കും. ചിലപ്പോഴേ നമുക്ക് ഒറ്റക്കായിട്ട് അത് മാറ്റാൻ പറ്റാത്ത വലിയ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളെ കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ എങ്കിലേ അത് പൊക്കാനോ നീക്കാനോ പറ്റുള്ളൂ. അങ്ങനെ ചിലപ്പോൾ പൊക്കി മാറ്റുന്നതാണോ നീക്കി മാറ്റുന്നതാണോ നല്ലത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് നമ്മൾ ഒരു പുതിയതായിട്ട് നമ്മളെ മനസ്സിൽ, അതായത് ഇന്നലെ വരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളോട് ഒരു ആശയം അവതരിപ്പിക്കാൻ, ഇതെല്ലാം തന്നെ നമ്മളെ മുൻപിലുള്ള ചാലഞ്ചുകളാണ്, അത് വെല്ലുവിളികളാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതിന് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേകമായിട്ട് അതിനുള്ള ഒരു അറിവിൻ്റെ ഒരു സംവിധാനമുണ്ട്. അതിനെ നമ്മൾ തട്ടിപ്പുറത്തെടുത്ത് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു കൊല്ലം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില വളരെ വിദഗ്ധന്മാരുടെ ക്ലാസ്സുകൾ വഴിക്കും, അല്ലാതെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ വഴിക്കും, നിങ്ങൾ അധ്യാപകരായിട്ടുള്ള മെൻറ്റർ ടീച്ചേഴ്സായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളായിട്ടും, ചിലപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, ജില്ലാ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവർ നിങ്ങളെയോ നിങ്ങളുടെ അധ്യാപകരെയോ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ ആദ്യ വാരത്തിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു മത്സരത്തിന് തയ്യാറാവുന്നു. എന്താണ് മത്സരം? നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള നമ്മളെ മുമ്പിൽ ഒരു പ്രശ്നം തരുന്നു. ആ പ്രശ്നം നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതിന് നമ്മളെ ബുദ്ധിയിൽ ആലോചിച്ച് നമ്മൾ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരം, ഒരു ചാലഞ്ചിനുള്ള ഒരു, ഇംഗ്ലീഷിൽ നമ്മളതിന് സൊല്യൂഷൻ എന്ന് പറയും.
മലയാളത്തിൽ നമ്മളതിന് പ്രശ്നപരിഹാരം എന്നോ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഗതികളാകുമ്പോൾ നമ്മളതിനെ കണ്ടുപിടുത്തം എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ വലിയൊരു പുതിയൊരു സാധനം കണ്ടുപിടിക്കുകയല്ല, പക്ഷേ നമുക്ക് സാധാരണഗതിയിലുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് വ്യത്യസ്തമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പോംവഴി കണ്ടെത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രശ്നം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എങ്ങനെയാ പ്രശ്നം കണ്ടുപിടിക്കുക? എന്ത് പ്രശ്നമാണ് കണ്ടുപിടിക്കേണ്ടത്? കാരണം നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എന്ത് പ്രശ്നമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടും ഇപ്പം ഇന്നത്തെ കാലത്ത് ലോകത്തിലാകമാനം ഉള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഏതാണ്ട് ഒരു 80% പരിസ്ഥിതി, അതായത് നമ്മളെ ചുറ്റുപാടുമായിട്ടുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ അതിന് എൻവയൺമെൻ്റ് എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ പരിസ്ഥിതി എന്ന് പറയും. പരിതസ്ഥിതിയല്ല, പരിസ്ഥിതി. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതി, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള വാഹനങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള വായു, ഇപ്പം മഴക്കാലമാണ്, നമുക്ക് ചുറ്റും പെയ്യുന്ന മഴ, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ പരിസ്ഥിതിയിൽപ്പെട്ടതാണ്. അപ്പം ഈ പരിസ്ഥിതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ നിമിഷവും നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പല ചെറിയ പ്രശ്നങ്ങളും നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുള്ളതിന് ഏതാണ്ട് സമാനമായിട്ടുള്ളതാണ്, ഏതാണ്ട് അതുപോലെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരുന്നു, അതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നുകയില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു പരിഹാരവും ചെയ്യാതെ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ വഴിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിന് ചുറ്റും നമ്മൾ നടന്നു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാലയത്തിന് ചുറ്റും നമ്മൾ നടന്നു നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കുന്നു. അതിനെ ആരും പരിഹരിച്ചിട്ടില്ല. അത് ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. അതായത് നമ്മൾ ഒരാളുടെ മാത്രം ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മളെ വിദ്യാഭ്യാസ പരിപാടിയുണ്ടല്ലോ, ക്ലാസ്സുകളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, PT പീരീഡിൽ കളിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചില പരിപാടികളൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് സ്കൂളുകളിൽ. അതിൻ്റെ ഇടയ്ക്ക് അധ്യാപകരുമായിട്ട് ഇടപെടുക, ഇടയ്ക്ക് ലൈബ്രറിയിൽ പോയി എന്തെങ്കിലും ചില പുസ്തകമൊക്കെ എടുത്ത് വായിക്കുക, ഇങ്ങനെയൊക്കെ പല പരിപാടികളും നമ്മൾ ചെയ്യുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു സംഗതി കാണുന്നു, അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്കറിയില്ല. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിന് ചുറ്റും നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നു. പതിവില്ലാത്ത രീതിയിൽ ഒരു ദുർഗന്ധം വരുന്നു. ചിലപ്പോഴതൊരു ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പുകയാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മഴ പെയ്താൽ ചുറ്റും കുറേ നേരം വെള്ളം കെട്ടി നിൽക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ വെള്ളം അങ്ങ് ഒഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെയും നമുക്ക് നടന്നു പോകാം, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടി കഴിയുമ്പോൾ അത് സാധാരണ ശുദ്ധജലത്തിന് പകരം അത് കലക്കവെള്ളം പോലെ ആയിരിക്കുന്നു. അപ്പോൾ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ കലക്കവെള്ളമായിരിക്കുന്നത്? അത് അപകടകരമാണോ? ആ വെള്ളത്തിൽ കാല് കുത്തിയാൽ നമുക്ക് കാലിന് ചൊറിച്ചിൽ വരുമോ? എന്തെങ്കിലും അസുഖം പിടിക്കുമോ? ഇങ്ങനെയൊക്കെ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റും നമ്മളെ കിണറ്റിലത്തെ വെള്ളം സാധാരണ നമ്മൾ എടുക്കുന്നതാണ്. ഇടയ്ക്ക് നോക്കിയപ്പോൾ അതിലെന്തോ ചെറിയ എന്തെങ്കിലും ഒരു പ്രാണിയോ പാമ്പോ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നതായി കാണുന്നു. അപ്പം നമുക്ക് ആ വെള്ളം ഇനി നമുക്ക് കുടിക്കാമോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും എന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോജക്റ്റിൽ പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള, അതായത് നിങ്ങളുടെ വീട്ടിന് ചുറ്റുമോ നിങ്ങളുടെ വിദ്യാലയത്തിന് ചുറ്റുമോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ വിദ്യാലയത്തിലേക്ക് വന്ന് മടങ്ങിപ്പോകുന്നതിനിടയിൽ വഴിക്ക് നിങ്ങൾ കാണുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് വെള്ളവുമായി ബന്ധപ്പെട്ടതാകാം, വായുവുമായി ബന്ധപ്പെട്ടതാകാം, മണ്ണുമായി ബന്ധപ്പെട്ടതാകാം, പുഴകളുമായി ബന്ധപ്പെട്ടതാകാം, കിണറുമായി ബന്ധപ്പെട്ടതാകാം, ഇങ്ങനെ നമുക്കിങ്ങനെ പലതുമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടതാവാം, നമ്മളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാവാം. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
പ്ലാസ്റ്റിക് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കാണുന്നു. അതിനെ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മളതിനെ മാറ്റണം, മാറ്റിയാലും പിന്നെയും വരുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്ഥായിയായിട്ട് നമുക്ക് എങ്ങനെ നിർത്താം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെടുത്ത് അതിനെ ഒരു പ്രശ്നമായി കണ്ട് നിങ്ങളതൊരു പ്രോജക്റ്റാക്കി എടുക്കുന്നു. ആ പ്രോജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിന് പുറമെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓരോ വിദ്യാലയത്തിലും 4 പേര് കൂടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. ഒരു ഗ്രൂപ്പല്ല, ഒരു വിദ്യാലയത്തിൽ 6 ഗ്രൂപ്പുകൾ വരെ ആകാം. അതായത് 24 കുട്ടികൾക്ക് വരെ ആവാം. അപ്പോൾ പക്ഷേ ഓരോ ഗ്രൂപ്പിലും 4 പേരുണ്ടായിരിക്കണം. ഇവിടെ തന്നിട്ടുള്ള ലിസ്റ്റുകളിൽ ചില ലിസ്റ്റുകളിൽ 10 പേരുടെ പേര് കാണുന്നു. 10 പേരെന്ന് പറഞ്ഞാൽ അവർ 2 ഗ്രൂപ്പ് കഴിഞ്ഞാൽ ബാക്കി 2 പേര് എന്ത് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് നിർബന്ധമായും ഒരു ഗ്രൂപ്പിൽ 4 പേര് വേണം. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രൂപ്പുകളെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുക. എന്നിട്ട് 4 പേരുടെ ഒരു ഗ്രൂപ്പിലാണോ നിങ്ങളുള്ളത് എന്ന് നോക്കുക. ഇനി 4 പേരില്ലെങ്കിൽ നിങ്ങൾക്ക് 4 പേരിൽ കൂടുതലോ 4 പേരിൽ കുറഞ്ഞ ആളുകളോ നമുക്ക് മത്സരിക്കാൻ അർഹരല്ല. കാരണം പിന്നീട് അത് ആള് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് അവസാനം ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നതെങ്കിൽ അത് അവർ 6 പേരുള്ളത് കൊണ്ടാണ് അവർക്കുണ്ടായത് എന്ന് 4 പേരുള്ളവർ പരാതി പറയും. അങ്ങനെ 2 പേരുള്ളവർക്ക് ആവശ്യമായ അത്ര മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അത്രയും മിടുക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഞങ്ങളെ 2 പേരും. അതുകൊണ്ട് അങ്ങനെയുള്ള അസമത്വങ്ങൾ പാടില്ല. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഗ്രൂപ്പ് ഇപ്പോഴ് അങ്ങനെ 2 പേരോ 3 പേരോ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ 4 ആക്കാൻ വേണ്ടിയ ആള് ഇപ്പോഴും നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഒരാളെ കൂടി അല്ലെങ്കിൽ 2 ആളെ കൂടി അതിൽ ചേർക്കാം. അങ്ങനെ നിങ്ങൾ ഓരോ വിദ്യാലയത്തിൽ നിന്നും മത്സരിക്കുന്ന ഗ്രൂപ്പുകൾ 4 പേരുള്ളത് തന്നെ ആയിരിക്കണം. ഈ ഓരോ ഗ്രൂപ്പിനും നിങ്ങൾക്കൊരു മെൻറ്റർ ടീച്ചർ വേണം. അതായത് നിങ്ങളുടെ വിദ്യാലയത്തിലെ മെൻറ്റർ ടീച്ചർ നിങ്ങളുടെ 6 ഗ്രൂപ്പുകൾക്കും മെൻറ്റർ ടീച്ചർ ആയിരുന്നാലും വിരോധമില്ല. അല്ലെങ്കിൽ ഈ 6 ഗ്രൂപ്പുകളിൽ 1 or 2 മെൻറ്റർ ടീച്ചർമാർക്ക് ഏത് ഗ്രൂപ്പുകളെ വീതിച്ചെടുക്കാം. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ 4 പേരുള്ള ഒരു ഗ്രൂപ്പിന് ഒരു മെൻറ്റർ ടീച്ചർ ഉണ്ടായിരിക്കണം. ആ മെൻറ്റർ ടീച്ചർ നിങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാവരുടെയും മെൻറ്റർ ടീച്ചർ ആയാലും നമുക്ക് വിരോധമില്ല. അപ്പം അങ്ങനെ ഏറ്റവും പരമാവധി നമ്മൾ 6 ഗ്രൂപ്പാണ് അനുവദിക്കുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഓൾറെഡി 24 പകരം 26 പേര് വർക്ക് ചെയ്ത് തുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ 2 പേരെ കൂടി ചേർത്ത് 7 ഗ്രൂപ്പാക്കി മാറ്റിയാൽ ഒരു പ്രത്യേക പരിഗണന എന്ന നിലയ്ക്ക് നമ്മൾ ആ 7 ഗ്രൂപ്പുകളെയും അംഗീകരിക്കും. ഇനി അങ്ങോട്ട് ഇപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പ്രോജക്റ്റിൽ പരിശീലനം നേടാൻ വേണ്ടിയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഇത് കഴിഞ്ഞ ഉടനെ മെയ് 31 മുമ്പ് നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അതായത് ഈ 4 പേരുടെ ഗ്രൂപ്പ്, അതിലത്തെ മെൻറ്റർ ടീച്ചറുടെ പേര് നിങ്ങളുടെ അതെല്ലാം കുറിച്ച് വെക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നന്നായി ഓർത്ത് വെക്കണം. ഇനി വീണ്ടും ഇത് പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്നത്തേത് കേട്ടോ. ഇനി അങ്ങോട്ട് പിന്നെ നമ്മൾ മത്സരത്തിന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ 4 പേരുടെയും പേര് വിത്ത് ഇനീഷ്യൽസ്, നിങ്ങളുടെ ക്ലാസ് ഏത് ക്ലാസ്സിലാണ്, ഇപ്പോൾ 4ാം ക്ലാസ്സാണോ 3ാം ക്ലാസ്സാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ UP വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ UP ക്ലാസ്സുകളിൽ പലതരത്തിലുള്ള 7ാം ക്ലാസ്സുകാരുണ്ടാവും, ഇങ്ങനെ പലരുണ്ട്. അപ്പോൾ അത് ഏത് ക്ലാസ്സിലാണോ ഓരോ വിദ്യാർത്ഥി എന്നുള്ളത് നിങ്ങൾ ബ്രാക്കറ്റിൽ ആ ക്ലാസ്സിൻ്റെ നമ്പർ കൂടി ചേർക്കുക. എന്നിട്ട് നിങ്ങളുടെ 4 പേരുടെ ഗ്രൂപ്പിന് ആരാണ് മെൻറ്റർ ടീച്ചർ എന്നുള്ളത് പറയുക. എന്നിട്ട് സ്കൂളിൻ്റെ പേര് മേലെ എഴുതിയിരിക്കണം. എന്നിട്ട് ആ സ്കൂളിൻ്റെ പേരിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് താലൂക്കിലാണ് ഈ വിദ്യാലയം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള കോണ്ടസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി അത് ചെയ്യാൻ ഉള്ള അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകമായിട്ട് യാതൊരു ഇതുമില്ല. അതിനേക്കാൾ കൂടുതൽ ഇതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്.
നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രശ്നം എടുത്ത് അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളെല്ലാം കൊല്ലം ജില്ലയിലുള്ള കൂട്ടരാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 6 താലൂക്കുണ്ട് അല്ലേ? ഈ 6 താലൂക്കുകളിലും ഓരോ താലൂക്കുകളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇതിൽ ഒരു താലൂക്കിലുള്ള പ്രശ്നമായിരിക്കില്ല വേറൊരു താലൂക്കിൽ, മനസ്സിലായോ? അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് അവസാനം ഈ താലൂക്കുകളുടെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ താലൂക്കിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കുന്നത് വഴി ഈ പ്രോജക്റ്റ് ഫണ്ട് ചെയ്തിട്ടുള്ള IRE എന്ന് പറയുന്ന ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആറ്റമിക് എനർജി വിഭാഗത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, കമ്പനിയാണ്, ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർക്കും അവർ വ്യവസായം നടത്തുന്ന ഈ ജില്ലയിൽ എവിടെയൊക്കെ എന്തൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളാണുള്ളതെന്നും അതിന് അവരുടെ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ അവരുടെ അറിവോ അവരുടെ പരിശ്രമമോ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഉള്ള ഒരവസരം കൂടി അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അപ്പം നിങ്ങളുടെ ജില്ല അറിയാം നിങ്ങൾ, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ താലൂക്കും ജില്ലയും കൂടി എഴുതിയിട്ടായിരിക്കണം. കാരണം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലിസ്റ്റ് നമുക്ക് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തരംതിരിച്ച് നിങ്ങൾക്ക് മത്സരത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നിങ്ങളുടെ ഓരോ വിദ്യാലയത്തിലും നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരു ജഡ്ജിനെ കൂടി അയക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായ സ്ഥലം നമുക്കറിയണം, അവിടത്തേക്ക് എന്ത് ദൂരമുണ്ട്, നമ്മൾ ഒരാളെ അയക്കുമ്പോൾ അവർക്ക് വരികയൊക്കെ വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അത്തരം വിവരങ്ങൾ ഒരു മുടക്കമില്ലാതെ എഴുതണം. ഇനി അതിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഒരു ടൈറ്റിൽ, നമ്മളൊരു തലക്കെട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ ഒരു തലക്കെട്ട് കൂടി കൊടുക്കണം. ചിലർക്ക് ആ തലക്കെട്ട് പരിപൂർണമായിട്ട് അത് എഴുതാൻ വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പലരോടും ഇമെയിലിൽ കൂടി ഞങ്ങളെ ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നു. അതിൽ കുറേ പേരൊക്കെ ബന്ധപ്പെട്ട് അവർക്കൊക്കെ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്, കുറച്ച് പേര് താമസിച്ചാണ് പ്രോജക്റ്റ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ആ വിഷയം മുഴുക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം എന്ന രീതിയിൽ എഴുതാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്കത് ഏത് വിഷയത്തിൽ പെടാം. ജലമലിനീകരണമാണോ, അല്ല വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടതാണോ, യാത്രയും ബന്ധപ്പെട്ടതായിരുന്നോ, ഊർജവുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടതാണോ, അങ്ങനെ ഏതെങ്കിലും പരിസ്ഥിതി, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം പരിസ്ഥിതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയിൽ എൻ്റെ ഏത് ബ്രോഡായിട്ടുള്ള, അതായത് വിശാലമായി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് നിങ്ങളെ പരിഹാര നിർദ്ദേശങ്ങൾ പരിശോധിക്കാനാണല്ലോ ഞങ്ങളൊരു ജഡ്ജിങ് കമ്മിറ്റിയെ നിയമിക്കുക. അതിന് നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ ആഴത്തിൽ അറിവുള്ള, ഇതുവരെ ആ രംഗത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നറിയാവുന്ന ആളുകൾ നിങ്ങളെ പരിശോധിച്ചാൽ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിലൊരു പുതുമയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും പുതുതായുള്ളതാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വേണം വരാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഞങ്ങളെ നേരിട്ട് അറിയിക്കണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ 31-ന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് നിങ്ങൾ എന്ത് പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. വളരെ വിശാലമായിട്ട് എഴുതിയാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത്രയും സംഗതി ഇതാണ് നിങ്ങൾ ഇനി അത്യന്താപേക്ഷിതമായി. മറ്റൊന്ന്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പ് ലീഡറോ നിങ്ങൾ മെന്റർ ടീച്ചറോ മാത്രം തീരുമാനിച്ച ഒരു പ്രശ്നമല്ല കണ്ടെത്തേണ്ടത്. നിങ്ങൾ 4 പേരും കൂട്ടായി ചർച്ച ചെയ്യണം. 4 പേരും 4 സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ 4 പേരുടെയും കാഴ്ചപ്പാടിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾ ഒരുപക്ഷെ 4 പ്രശ്നങ്ങളായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരാൾ 1 or 2 പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരുന്നത് ഗ്രൂപ്പ് ചർച്ചയ്ക്ക്. അപ്പോൾ നിങ്ങൾ 4 പേര് കൂടുമ്പോൾ ചിലപ്പോൾ 4-ലധികം പ്രശ്നങ്ങളുണ്ടാവും.
അപ്പോൾ അതെല്ലാം കൂടി നിങ്ങൾ ചർച്ചയ്ക്ക് ചെയ്ത് ഇതിൽ ഏതാണ് ഏറ്റവും നന്നാവുക, അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത് ഏതിലായിരിക്കും എന്നുള്ളത് നോക്കി, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിഹാരം കിട്ടുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ആയിരിക്കണം നിങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടിയതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോജക്റ്റ് വർക്ക് ബുക്കിൽ എഴുതി വെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരും എഴുതി വെക്കണം. ഒരു ഗ്രൂപ്പിന് ഒരു പുസ്തകം വെച്ചാൽ പോരാ, ഓരോരുത്തരും എഴുതി വെക്കണം. നിങ്ങൾ ഈ കോൺടെസ്റ്റിന് വരുമ്പോൾ നിങ്ങളുടെ ആ പുസ്തകവും നിങ്ങൾ കൂടെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പുസ്തകത്തിൽ നിങ്ങൾ എത്രയും വൃത്തിയായും എത്രയും ചിട്ടയായും നിങ്ങളുടെ സ്വന്തം അഭിപ്രായവും നിങ്ങളെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായവും, അത് രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പോലും ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. ഇന്നത്തെ ചർച്ചയിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൽ പൊതുവായി തുടർന്ന് ചെയ്യേണ്ടെന്ന് ഇന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്നതായിരുന്നു വേണ്ടത് എന്നാണ്. പക്ഷെ ചർച്ചയിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം നമ്മളാണ് തീരുമാനിച്ചത് എന്ന് അവിടെ എഴുതി വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മനസ്സിലായോ? അത് എഴുതി വെക്കാതിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയില്ല നിങ്ങൾ എന്തുമാത്രം ചർച്ച ചെയ്തു, എന്തുമാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളത് ഇത് പരിശോധിക്കുന്ന വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീയതിക്രമത്തിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ വിദ്യാലയ ലെവലിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ, നിങ്ങളുടെ സ്കൂൾ ലെവലിൽ നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രോജക്റ്റുകൾ പരിശോധിക്കുവാൻ ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ നിങ്ങളെ മെൻറ്റർ ടീച്ചറായിരിക്കും അതിൻ്റെ പ്രധാന കൺവീനർ. അതിനു പുറമെ നിങ്ങളെ വിദ്യാലയത്തിൽ നിന്നുള്ള മറ്റൊരു അധ്യാപകനെ കൂടി, അല്ലെങ്കിൽ അധ്യാപികയെ കൂടി, അവിടുത്തെ നിങ്ങളുടെ പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ ആരാണ് സ്ഥാപനത്തിൻ്റെ അധിപർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ കൂടി ആലോചിച്ച് മെൻറ്റർ ടീച്ചർ തീരുമാനിക്കുന്ന വേറൊരാൾ കൂടിയുണ്ട്. ഇതിന് പുറമെ ഞങ്ങൾ ഗ്രീൻ എനർജി ഫോറത്തിൽ നിന്ന് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ചില വിദഗ്ധന്മാരെ ഞങ്ങൾ ഓരോ വിദ്യാലയത്തിലേക്കും അയക്കും ആ മത്സര ദിവസം. ഈ മത്സര ദിവസം ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു നിശ്ചിത തീയതി വളരെ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും ഈ മഴയും വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഈ ആദ്യ മത്സരം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പല വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ തന്നെയും ഗ്രീൻ എനർജി ഫോറവും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ കേരളമൊട്ടുക്കും എന്നല്ല ലോകമൊട്ടുക്കും ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആഘോഷിക്കും. അത് പലരും പല സമയത്തേക്കാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. അപ്പം അതുമായിട്ട് ക്ലാഷ് വരരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 5-ാം തീയതിയിൽ നിന്ന് നമ്മൾ മാറ്റി 7-ാം തീയതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. അപ്പോൾ ഇപ്പോഴെന്താണ്, 7-ാം തീയതിയാണ് നമ്മൾ ഈദ് വരുന്നത്, പെരുന്നാൾ. അപ്പോൾ ആ പെരുന്നാൾ നിങ്ങളിൽ ചിലരൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ ആഘോഷങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം പങ്കെടുക്കുന്നവരായിരിക്കും. എങ്ങനെയായാലും അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്ന ദിവസം നമുക്ക് ഇങ്ങനെ ഒരു മത്സരം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് 7-ാം തീയതി ആയിരിക്കില്ല, അതിനടുത്ത ഒരു തീയതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയായാലും ജൂൺ 12 മുമ്പ് ഈ 1-ാം ഘട്ട മത്സരം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ ആ നിർദ്ദേശം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതാണ്ട് 1 മണിക്കൂറോളം ഉണ്ട്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കും നിങ്ങളെ മെൻറ്റർ ടീച്ചർമാർക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഏത് തീയതിയായിരിക്കും അല്ലെങ്കിൽ ഏത് ദിവസമായിരിക്കും നല്ലത് എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു 1-ാമത്തെ മത്സരം കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾ നിശ്ചയമായിട്ടും ഏറ്റവും മികച്ച ഒരു ഗ്രൂപ്പിനെ ജില്ലാതല മത്സരത്തിനായിട്ട് സെലക്ട് ചെയ്യും. പക്ഷേ
ഈ അവിടെ വരുന്ന ജഡ്ജിങ് കമ്മിറ്റിക്ക് ഇപ്പം നിങ്ങൾ 6 ഗ്രൂപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ 6 ഗ്രൂപ്പിൽ ഒന്നിലധികം, അതായത് ചിലപ്പോൾ 2 3 മികച്ച പ്രോജക്റ്റുകൾ, അതായത് ഈ ഒന്നിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒട്ടും അതിനേക്കാൾ പിറകിലല്ലാതെ നിൽക്കുന്ന വേറെ 1 2 ഉണ്ടെങ്കിൽ അപ്പോൾ അവരെ നമ്മളങ്ങ് കംപ്ലീറ്റ് വിട്ട് കളഞ്ഞാൽ മോശമല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരവസരം തരാൻ വേണ്ടി ചിലപ്പോൾ ഈ ജഡ്ജിങ് കമ്മിറ്റി 2 ഗ്രൂപ്പുകളെ റെക്കമെൻഡ് ചെയ്തതെന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അത് അവർ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ ഒഴിവാക്കാനാവാത്ത ടീമുകളെ അവരുടെ പ്രസൻറ്റേഷൻ അനുസരിച്ചിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ഒന്നിലധികമോ ടീമുകൾ ഓരോ വിദ്യാലയത്തിൽ നിന്നും നമ്മൾ അവസാന മത്സരത്തിലേക്ക് പോകും. ചിലപ്പോഴും 1 മാത്രമേ ഉണ്ടായി എന്ന് വരുള്ളൂ. ഏതായാലും അത് നമ്മൾ ഈ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം എത്രയുണ്ട് എന്നൊക്കെയാണെന്ന്. അപ്പോൾ അതായി കഴിഞ്ഞു. അപ്പോൾ ഈ മത്സരം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്? അവരവൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വർക്ക് ബുക്ക് കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ ഒരു പ്രസൻറ്റേഷൻ നടത്തണം. ഒരു ഗ്രൂപ്പിന് 8 മിനിറ്റാണ് പ്രസൻറ്റേഷൻ നൽകുക. എത്ര മിനിറ്റാണ്? 8 മിനിറ്റ്. ഈ 8 മിനിറ്റ് നിങ്ങൾക്ക് 4 പേരും ഇതിൽ സംസാരിക്കണം. അതുകൊണ്ട് അത് കഴിവതും 2 മിനിറ്റ് വീതമുള്ള യൂണിറ്റുകളാക്കി നിങ്ങൾ 4 പേരും എടുക്കുക. അതിൽ ഒരാൾ അതിൻ്റെ ലീഡറാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരംഗം ആദ്യം അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങൾ വിവരിക്കുന്നു 2 മിനിറ്റ് കൊണ്ട്. അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് മറ്റു കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു, എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അടുത്ത ആൾ, പിന്നെ അതിൻ്റെ അടുത്ത ആൾ, അങ്ങനെ 4 പേരും കൂടി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും 8 മിനിറ്റിനുള്ളിൽ പറയണം. കഴിവതും 2 മിനിറ്റ് വെച്ച് 4 പേർക്കും. അപ്പം നിങ്ങൾക്കത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടി അളക്കാനാണ് ഞങ്ങളിത് ചെയ്യുന്നത്. എല്ലാവർക്കും അവസരം തരുന്നത്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത്രയും നിങ്ങളെ മാർക്ക് കുറയും. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഓരോ ആൾക്കും അതിന് 2 മിനിറ്റ് വീതമുള്ള ആൾക്ക് ചെറിയ മാർക്ക് ഇടും, അവരുടെ അവതരണ രീതിയെല്ലാം നോക്കിയിട്ട്. അതിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല അവതരണ രീതിയുള്ള ഒരാളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നും വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആ സൊല്യൂഷൻ വളരെ മികച്ചതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവസാന ഘട്ടം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാലയത്തിനും നിങ്ങളുടെ മെൻറ്റർ ടീച്ചർക്കും ഒക്കെ തന്നെ പ്രത്യേകമായുള്ള അഭിനന്ദന സർട്ടിഫിക്കറ്റുകളും, അതുപോലെ തന്നെ ഒരുപക്ഷെ 1 2 3 പേർക്ക് ഓരോ ജില്ലയിൽ നിന്നും ചില സമ്മാനങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം, പക്ഷേ ഇതൊന്നും ഞങ്ങൾ നിശ്ചിതമായിട്ട് ഇപ്പോൾ വെച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും നന്നായി പ്രശ്നം കണ്ടെത്താൻ ശ്രമിച്ചവർക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചവർക്കും ഒരു അംഗീകാരം നൽകുകയും അതുവഴി അവരുടെ കഴിവിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഇത് മത്സരിച്ച് കുറേ ആളുകൾ ജയിച്ചു ബാക്കിയുള്ളവരൊക്കെ പോട്ടെ എന്നുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും ഇക്കൊല്ലം അല്ലെങ്കിൽ വരുന്ന കൊല്ലങ്ങളിൽ ഇതുപോലെയുള്ള മത്സരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ തന്നെ പങ്കെടുക്കാനും, ഇനി മത്സരമില്ലെങ്കിൽ പോലും നിങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ നാട്ടുകാരുമായിട്ട്, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും നിങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ട് വേറെ യാതൊന്നുമില്ല. അപ്പോൾ ആ ഒരു കഴിവ് നിങ്ങളിൽ വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇതിൽ മിടുക്കരായി കാണുന്ന ആളുകൾക്ക് കൂടുതൽ നല്ല പരിശീലനവും കൂടുതൽ നല്ല അവസരങ്ങളും നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ, ഈ സ്കൂൾ തലം മത്സരം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്നുള്ളതാണ്. അത് ഞങ്ങൾ എത്ര പേരാണ് ഉള്ളതെന്നുള്ളതനുസരിച്ചിട്ട് ഒരു ഇടനില ഘട്ടം, അതായത് ജില്ലാ മത്സരത്തിന് ഞങ്ങൾ 10 12 പേരിൽ കൂടുതൽ കൊണ്ടുപോകില്ല. കാരണം വെച്ചാൽ അവിടെ വളരെ ശക്തമായ പ്രസൻറ്റേഷൻസ് വേണം. അവിടെ 8 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു വ്യത്യാസം, ഇപ്പോൾ സ്കൂൾ ലെവൽ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മറ്റ് തലങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുന്നവർ അവരുടെ പ്രോജക്റ്റിനെ ഒന്നുകൂടി, അതായത് അവർക്ക് എല്ലാം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാമായിരുന്നു എന്ന് തോന്നുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് 10 ദിവസത്തെ സമയം തരും. ഈ 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഇടനില മത്സരം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇതിൽ ജയിച്ച എല്ലാവരും ജില്ലാതല മത്സരത്തിലേക്ക് നേരെ അങ്ങോട്ട് പോകും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനുള്ള ഡേറ്റുകൾ നമ്മൾ അതാത് സമയത്ത് പ്രഖ്യാപിക്കും, മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഇത്തരം സംവിധാനങ്ങളുമായിട്ട് വരിക, പോവുക. പിന്നെ നിങ്ങൾ വിദ്യാലയത്തിൽ തന്നെ നിങ്ങൾ മത്സരം നടത്തുന്ന ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു ഇടനില മത്സരത്തിനോ ജില്ലാതല മത്സരത്തിനോ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോൾ, കാരണം നിങ്ങളുടെ സ്കൂളിൽ തന്നെ വന്നിട്ട് അങ്ങനെ മത്സരം നടത്താൻ പറ്റില്ലല്ലോ. പല സ്കൂളുകളിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ ഒന്നിച്ച് വിളിച്ച് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പൊതുവായിട്ടൊരു സ്ഥലമോ ഒരു വിദ്യാലയമോ കണ്ടെത്തും. അപ്പോൾ അവിടെ നിങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ യാത്ര ചെലവും അന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലഘുഭക്ഷണമൊക്കെ തരാനുള്ള സംവിധാനം പ്രോജക്റ്റിൻ്റെ കീഴിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ വരുന്ന, പ്രത്യേകിച്ചും UP വിഭാഗത്തിൽ നിങ്ങളുടെ കൂടെ വരുന്ന മെൻറ്റർ ടീച്ചർക്കും, ചിലപ്പോൾ മെൻറ്റർ ടീച്ചർക്ക് സൗകര്യമില്ലാത്തൊരു എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ടീച്ചർക്കോ വരുന്നതിന് അവരുടെ ചെറിയ ഒരു കൂടെ വരുന്നതിന് വേണ്ടി വരുന്ന യാത്രക്കൂലിയും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആദ്യ മത്സരത്തെ. രണ്ടാമത്തെ മത്സരത്തെക്കുറിച്ച് നമുക്ക് ഈ മത്സരം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം ഞങ്ങൾ വാട്സാപ്പിൽ കൂടിയും ഇമെയിലിൽ കൂടിയും നിങ്ങളെ മെൻറ്റർ ടീച്ചർമാരെ അറിയിച്ചിരിക്കും. തീയതികളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഹ്രസ്വമായിട്ട് പോയിന്റുകളാക്കി മെൻറ്റർ ടീച്ചർമാർക്ക് ഒന്നുകൂടി ഞങ്ങൾ അയക്കും താമസിയാതെ. അപ്പോൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഘട്ടം മത്സരങ്ങളിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും നമ്മൾ എന്താണ്, ഒരു കപ്പൽ മുങ്ങിയിട്ട് അതിൽ നിന്ന് ഈ കണ്ടെയ്നറുകളൊക്കെ പല കെമിക്കൽസൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തീരത്തൊക്കെ അടിഞ്ഞൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കാലാകാലങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പരിചിന്തനം നിങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. അതായത് നമ്മളെപ്പോഴും സായിപ്പന്മാരെയും അമേരിക്കക്കാരെയും യൂറോപ്പുകാരെയും ഒക്കെ നമ്മുടെ എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ സ്പേസ്, അതുപോലെ അണുശക്തി, അങ്ങനെ പല കാര്യങ്ങളിലും കമ്പ്യൂട്ടർ, IT, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഇന്ത്യ ലോകോത്തരമാണ് എന്ന് നമ്മൾ പല മേഖലകളിലും തെളിയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? നിങ്ങളിൽ ഉള്ള ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള കുട്ടികളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള കുട്ടികൾ അവർ കൂടുതൽ പഠിച്ച് ഉയർന്ന ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ജോലി തേടിപ്പോയി അവരുടെ ജോലി സന്ദർഭത്തിലും ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള സംഗതികൾ വർക്കുകൾ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് കൂടുതൽ പരിശീലനം നൽകി കൂടുതൽ അവസരങ്ങൾ നൽകി നമുക്ക് നിങ്ങളുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരവസരമുണ്ടാക്കാൻ കൂടിയുള്ള ഒരു മത്സരമാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓർഡർലി ആയിട്ട് നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി തിരഞ്ഞു വെച്ചിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ മേഖലയെക്കുറിച്ച്, അതല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ മത്സരത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചിട്ടകളും കാര്യങ്ങളും, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അത് പിന്നീട് ആർക്കും ചോദ്യമില്ലാത്ത ഒരു ഘട്ടത്തിൽ നമ്മളിത് അവസാനിപ്പിക്കും. പക്ഷേ എങ്ങനെയായാലും 11:30 മുതൽക്ക് ഞങ്ങൾക്ക് വേറൊരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൻ്റെ ഇതേപോലെയുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഇത് 11 മണിക്ക് കൃത്യമായിട്ട് നിർത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി 50 മിനിറ്റ് ഉണ്ട്. അത് ധാരാളമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയായാലും ഓരോ മിനിറ്റ് വീതം സംസാരിക്കാൻ ഉള്ള അവസരം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. ഇനി ഞാൻ ഡോക്ടർ രത്നകുമാറിനെ ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വിടുകയാണ്. എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള മറുപടികൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തുടർന്ന് നൽകും. അപ്പോൾ ഞാൻ ഇടപെട്ടുകൊള്ളാം.
അപ്പോൾ ഡോക്ടർ രത്നകുമാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഇതിനകത്ത് ആദിദേവ് സൂരജ് ഒരു സംശയം ചോദിച്ചു. ആദിദേവ് സൂരജ് ഏതാ? ഒന്ന് പിന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഈ രജിസ്റ്റർ ചെയ്യുന്ന ഇത് വന്നപ്പോ കറണ്ട് ഒന്ന് പോയെന്ന് ക്ലിയർ ആയില്ലായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ. അല്ല, ഫോർമാറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലേക്കാൾ നല്ലത് ഇമെയിലിൽ ചെയ്യുന്നതാണ്. ഇമെയിലാണ് നല്ലത്. കാരണം പ്രൈവസി ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതും നിങ്ങൾ തരുന്ന വിവരങ്ങളും ഞങ്ങൾ മാത്രമേ അറിയുള്ളൂ. മറ്റതാകുമ്പോൾ മറ്റ് ഗ്രൂപ്പുകൾ അറിയും. അപ്പം നിങ്ങൾ ചെയ്യുന്ന വിഷയം ആകർഷകമാണെന്ന് തോന്നി അവരതിലേക്ക് ചാടണ്ട. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇമെയിലിൽ തരുന്നതാണ് ഏറ്റവും നല്ലത്. മെൻറ്റർ ടീച്ചറുടെ ഇമെയിലിൽ കൂടി നിങ്ങൾക്ക് അറിയിക്കാം. എന്താ വേണ്ടത്? നിങ്ങളെ ഗ്രൂപ്പ്, അതിൽ ഗ്രൂപ്പ് ഒരു ലീഡർ ഉണ്ടെങ്കിൽ ലീഡറുടെ പേര് ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് ബാക്കി 3 പേരുടെ, 4 പേരുടെ ഗ്രൂപ്പുകൾ മാത്രമേ അംഗീകരിക്കുള്ളൂ. അതിൽ കുറഞ്ഞാലും കൂടിയാലും അംഗീകരിക്കില്ല. അപ്പോൾ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ്, അതിലൊരു ലീഡറുടെ പേര് ലീഡർ എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങളെ മെൻറ്റർ ടീച്ചർ ആരാണെന്നുള്ളത്, പിന്നെ വിദ്യാലയത്തിൻ്റെ പേര്, അത് ഏത് താലൂക്കിലാണ്, ഏത് ജില്ലയിലാണ്, ഇത്രയും എഴുതുക. എന്നിട്ട് അടിയിൽ നിങ്ങൾ ഇപ്പോൾ പ്രശ്നപരിഹാരം തേടുന്ന ഒന്നുകിൽ വിശാലമായ മേഖല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേര് അത് എഴുതി വെക്കാം. ഇത്ര മാത്രമേ വേണ്ടൂ. പിന്നെ ഇന്നത്തെ ഇനിയുള്ള ചർച്ചകളിൽ മെൻറ്റർ ടീച്ചേഴ്സ് ഇടയ്ക്ക് ഇടപെട്ട് പറയുന്നത് നല്ലതായിരിക്കും. നമ്മൾ 7-ാം തീയതി കഴിഞ്ഞ് ഒരു 12-ാം തീയതിക്കകം ഉള്ള ഏത് ദിവസമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലത് ഒരു തീയതി നമുക്ക് നിശ്ചയിച്ച് അത് നമ്മളെല്ലാവരെയും അറിയിക്കണമല്ലോ. അതിനനുസരിച്ച് കുട്ടികൾക്കെല്ലാം തയ്യാറെടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നിർദ്ദേശം, ഇപ്പോൾ ഇന്നത്തെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഞങ്ങൾ നിർദ്ദേശം എടുക്കും. പിന്നെ UP ആൾക്കാർക്കുള്ള മത്സരം സെപ്പറേറ്റ് ആണ് ഗ്രൂപ്പ്. അതുപോലെ ഹൈസ്കൂൾ തലത്തിൽ, ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള മത്സരവും ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കോളേജ് ലെവല് വേറൊരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി തലത്തിലുള്ള ജില്ലകളിൽ, നിങ്ങളുടെ ജില്ലയിലുള്ള എത്ര സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളിലെ ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ നമ്മൾ 8-നും 12-നും ഇടയ്ക്കുള്ള ഒരു തീയതിയിൽ നമ്മൾ നിശ്ചയിച്ച് മുൻകൂട്ടി അറിയിച്ച തീയതികൾ രാവിലെ നമ്മൾ ഒരു ജഡ്ജടക്കം, ഒരു പുറത്തുനിന്നുള്ള ജഡ്ജടക്കം ഒരു കമ്മിറ്റി അവിടെ റെഡിയായിരിക്കും. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളും. നിങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ തയ്യാറായിട്ട് വന്നാൽ മതി. ഓരോ വിദ്യാർത്ഥിയും തയ്യാറായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം അതിനെക്കുറിച്ച് സംശയമില്ലല്ലോ. ശരി, അടുത്ത ചോദ്യം. നിങ്ങൾ ഇതിനകത്ത് സ്കൂളിന്റെ പേര് പോസ്റ്റ് ചെയ്യാത്തല്ല, ചാറ്റ് ബോക്സിൽ എഴുതാത്ത ആൾക്കാരൊന്നും എഴുതിയാണ്. ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് കുറച്ച് അധ്യാപകർ കുട്ടികൾ എഴുതിയിട്ടുണ്ട്. എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതണം അതിനകത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ സ്കൂളിൽ നിന്നും ഓരോരുത്തരെങ്കിലും ചോദ്യങ്ങളാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പറയാമല്ലോ. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ചോദിക്കാം, കുഴപ്പമില്ല. അതെ, ടീച്ചേഴ്സ് തുടങ്ങി വെച്ചാലേ കുട്ടികൾക്കൊരു ധൈര്യം വരുള്ളൂ. ഹലോ. ഓരോ സ്കൂളിൽ നിന്ന് ഓരോരുത്തരെങ്കിലും സംസാരിക്കും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ. അതെ, എല്ലാ സ്കൂളിൽ നിന്നുള്ള ഒരാൾ വീതെങ്കിലും സംസാരിക്കണം. എനിക്ക് തോന്നുന്നു സ്കൂൾ വെച്ചങ്ങ് ഇപ്പം ചോദിക്കുന്നതല്ല. അത് കഴിഞ്ഞ് കൂടുതൽ ഗ്രൂപ്പുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സംസാരിക്കണം. ആ മെൻറ്റർ ടീച്ചർക്കും 2 വാചകം പറയാം. ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നിന്നുണ്ടല്ലോ, അതൊരാൾ സംസാരിച്ചു. ഹീബ ഫാത്തിമ സംസാരിച്ചോ?
അൺമ്യൂട്ട് ചെയ്തോ? ചോദിക്കാൻ ഭയങ്കര മടിയാണെന്ന്. ഇപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക? അവിടെ നിങ്ങൾ സംസാരിക്കണ്ടേ? അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പ് കൂടി ആവട്ടെ. സാർ ആ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓ ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി വർക്ക് ബുക്കും കൂടി ഉള്ളൂ. പക്ഷെ പ്രൊജക്റ്റിൽ എഴുതാത്ത കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ പുതിയ കുറച്ച് കാര്യങ്ങൾ തോന്നി. അത് വർക്ക് ബുക്കിൽ എഴുതാൻ പറ്റുമോ? പ്രൊജക്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഴുതണം. ഈ കോണ്ടസ്റ്റ് വരുന്നതിന്റെ തലേന്ന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എന്തൊക്കെ അതിനാണ് ആക്ച്വലി ഏറ്റവും നല്ല മാർക്ക് കിട്ടുക. നമ്മളിതെല്ലാം തീരുമാനിച്ചതിന് ശേഷവും അതിനെ മെച്ചപ്പെടുത്താമെന്നുള്ള ഒരു ചിന്താഗതി വരിക, അതിനുള്ള വഴികൾ കണ്ടെത്തുക, അതൊക്കെ നമ്മൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക. ഇതാണ് സത്യത്തിൽ വേണ്ടത്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും വേണം. ശരി. അടുത്ത ഒരുപാട് സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോ? അല്ല, ഓരോ സ്കൂളിന് പേരങ്ങ് വിളിക്കാനല്ലേ? പിന്നെ ഞാൻ വിളിക്കാൻ TKM CPS എന്ന് പറഞ്ഞു. TKMന്റെ സെൻട്രൽ പബ്ലിക് സ്കൂളാണ് അല്ലേ? ആരെങ്കിലും സംസാരിച്ചോ? ഒരു ധൈര്യം വേണ്ടി ചോദിക്കുക. സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമല്ലേ? യെസ്, SN പബ്ലിക് സ്കൂള് പിന്നെ വടക്കേവിള ആണുണ്ടോ? SN പബ്ലിക് സ്കൂൾ കീഴാവൂർ. സാർ പറഞ്ഞോ. സാർ ഞാനിപ്പോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനർജി കോൺട്രിബ്യൂഷൻ ഇൻ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനിപ്പോ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് സാറിന് ഗൈഡായിട്ട് എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റുന്ന എന്തെങ്കിലും പോയിന്റ്സ് കാര്യങ്ങൾ ഒന്ന് തരാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. ഒന്നുമില്ല, നമ്മൾ എനർജി നിങ്ങൾ എടുക്കുമ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഒരു ആഗോള പ്രശ്നമാണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് ഈ പ്രശ്നം നിങ്ങളുടെ പ്രദേശത്ത്, കാരണം കൊല്ലം ജില്ലക്ക് പുറത്തുള്ള ഒരു പ്രശ്നം അല്ല നമ്മൾ എടുക്കേണ്ടത്. ആഗോള പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെ കണ്ടെത്തി, എവിടെ കണ്ടെത്തി എന്നുള്ളതാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കേണ്ടത്. ഞങ്ങൾ ചവറയിൽ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് തെക്കും ഭാഗത്താണ്, അപ്പോൾ തെക്കും ഭാഗത്ത് കണ്ടു. അങ്ങനെ ഈ ഓരോ ഇതും നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു പ്രശ്നം കണ്ടു, അത് എന്തുകൊണ്ടാണ് നിങ്ങളത് ഗൗരവമായിട്ട് നിങ്ങൾ കാണുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ വേണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചർച്ചയാണ് നിങ്ങളെ മൈൻഡിൽ കൂടി, നിങ്ങളെ മനസ്സിൽ കൂടി ഒരു പ്രശ്നം കാണുക, കണ്ടുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. സത്യത്തിൽ ഈ അവസാന ഉത്തരത്തിന് വലിയ മാർക്കൊന്നുമില്ല കേട്ടോ. അതുകൂടി മുൻകൂട്ടി ഞാൻ പറഞ്ഞുതരാം. പലരുടെയും വിചാരം എന്താ വെച്ചാൽ, നമ്മൾ സ്കൂൾ എക്സിബിഷനും മറ്റേ മേളക്കൊക്കെ പോകുമ്പോൾ അവസാനം നിങ്ങളുടെ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിനെ ആൾക്കാർ വിലയിരുത്തിയിട്ട് അതിനാണ്. ഇതങ്ങനെയല്ല. ഇവിടെ നമ്മൾക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള കഴിവ് എങ്ങനെയാണ് നിങ്ങൾ അതിനെ മൂർച്ച കൂട്ടി പ്രയോഗിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ജഡ്ജിമാർ ഒരുപക്ഷെ കണ്ടെത്തുക നിങ്ങളിൽ ഇത്തരത്തിലുള്ള മിടുക്ക് അന്തർലീനമായിട്ട് കിടക്കുന്ന ചില കുട്ടികളെയും ചില അവരുടെ വാക്കുകളെയും ആയിരിക്കും അവർ വളരെ പ്രധാനമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു വഴി നിങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഗവേഷണത്തിന് ഒരു പുതിയ മാർഗമായിട്ട് അത് മാറാം. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പ്രധാനമല്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. പണ്ട് 2006 മുതൽക്ക് ഞങ്ങളൊരു 14 വർഷത്തോളം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഇന്നവേഷൻ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. അത് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ളതായിരുന്നു.
അപ്പോൾ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ വരും. അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സേലത്ത് നിന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലത്തെ വിദ്യാർത്ഥികൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവിടെ തമിഴ്നാട്ടിലൊരു തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. ആ തെർമൽ പവർ സ്റ്റേഷൻ താപവൈദ്യുത നിലയം, അതിനകത്തെ പുകക്കുഴലിനകത്തെ ഈ കരി ഉണ്ടാവുമല്ലോ, ആ കറുത്ത വളരെ ഫൈനായിട്ടുള്ള കരി പൊടി ആ ചിമ്മിനിയിൽ ഇങ്ങനെ പറ്റിക്കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ചുരണ്ടിയെടുത്ത് അതിൽ നിന്ന് ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം തന്നെ വലിയ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു ഡീൻ കൺവീനറായിക്കൊണ്ട് കേരളം ഒരു ഗ്രഫീൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രഫീനിൽ അതിനു വേണ്ടുന്ന ഉൽപ്പാദനവും ഗവേഷണവും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള വലിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ എനർജിയുടെ കാര്യത്തിൽ പറഞ്ഞു, എനർജിയിൽ ഇന്നിപ്പോൾ LED ബൾബുകളാണ് ഏറ്റവും ഊർജ്ജക്ഷമമായിട്ടുള്ളത്. ഈ ഗ്രഫീൻ നമ്മൾ ബൾബിൽ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറഞ്ഞ ഊർജം കൊണ്ട് ഇതിനേക്കാൾ മെച്ചമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രഫീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേടുപാടായ പല്ലുകളെയൊക്കെ റിപ്പയർ ചെയ്യാൻ നല്ല നല്ല ചില സൂത്രങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എന്തെല്ലാം ശാസ്ത്ര മാറ്റങ്ങൾ വരുത്തുന്നറിയോ ഗ്രഫീൻ. അപ്പോൾ അങ്ങനത്തെ ഗ്രഫീനിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ അവർ ചെറിയൊരു ശ്രമം നടത്തി. അങ്ങനെ ഒരു തവണ അവർ വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് സമയമില്ല, രണ്ടാമതൊന്നുകൂടി പരീക്ഷിച്ച് ബോധ്യപ്പെട്ടാലേ അതിനെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും കൺഫേം ചെയ്യാത്ത ഈ സംഗതിയുമായി അവർ ഈ അഖിലേന്ത്യാ മത്സരത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇതിന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു. വളരെയധികം ഞങ്ങളുടെ ഇടയിൽ തന്നെ വലിയ ഡിസ്കഷൻ ഉണ്ടായി. ഇത് കൺഫേം ചെയ്തിട്ടില്ലാത്തൊരു സാധനം എങ്ങനെ ചെയ്യും? ഒടുക്കം ഞങ്ങളെ കൊടുക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് പ്രൈസ് ആ ഗ്രൂപ്പിന് കൊടുത്തു. ആ ഗ്രൂപ്പ് അവസാനം 4 ആഗോള മത്സരങ്ങൾക്ക് ഇതുമായിട്ട് പോയിട്ട് അതിൽ 2 എണ്ണത്തിൽ അവർ, ഒരെണ്ണം അമേരിക്കയിൽ വെച്ചുള്ളതായിരുന്നു, അവർ സമ്മാനമൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ലീഡറെ അവർ MSc എടുക്കാതെ തന്നെ PhD ചെയ്യാൻ വേണ്ടിയുള്ള ഗവേഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ അപ്പോൾ വെച്ചാൽ ആ ഒരു ചെറിയൊരു ആശയം, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗ്രഫീൻ ഉണ്ടാക്കാനുള്ള ഒരു ആശയം അവരുടെ തലയിൽ ഉദിച്ചു. അപ്പോൾ നമുക്ക് വേണേൽ അതങ്ങ് തട്ടിക്കളയാമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രത്തിലും ഇങ്ങനെയുള്ള പരിഹാരം കണ്ടെത്തുന്ന ഇന്നവേഷൻസിൽ എല്ലാം നമുക്ക് പരീക്ഷിച്ച് നോക്കി അത് ഒട്ടും കൊള്ളില്ല എന്ന് കണ്ടാൽ മാത്രമേ അതിനെ തള്ളാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വലിയ വലിയ ശാഖകളായിട്ട് തന്നെ വളർന്നു പോകും. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിൽ സമയം കളയുന്നില്ല, മറ്റുള്ളവർക്കും ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെറിയ ആശയങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ അതെല്ലാം തന്നെ കുറിച്ച് വെക്കുക. അതെല്ലാം തന്നെ നിങ്ങൾ അവതരണത്തിലും പറയുക. അതിനാരും തടയില്ല. പക്ഷെ ആകെ 8 മിനിറ്റ് സമയം എന്ന് മാത്രമല്ല, ഏത് മത്സരത്തിനായാലും ജില്ലാതല മത്സരമായാൽ 8 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ മിനിറ്റിനിടയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നത് വഴിക്ക് നിങ്ങൾ എന്തുമാത്രം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര മിടുക്കോടുകൂടി തയ്യാറെടുപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജഡ്ജിമാർ മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വർക്കിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം. ആരുഷ് AR, sir, what is the date to submit the projects? പറഞ്ഞല്ലോ, സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ വിദ്യാലയ തല മത്സരത്തിന് ഡേറ്റ് പറയല്ലോ. അപ്പം അവിടെ ആ മത്സരത്തിന് വരുമ്പോൾ അപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ എനിക്ക് വേറെ ഒരെണ്ണം, നിങ്ങളിൽ UP സെക്ഷനിലുണ്ടോയെന്നറിയില്ല, വേറെ ചില സെക്ഷനിൽ ചില ആളുകൾ പ്രയോഗത്തിൽ, ഉദാഹരണത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കറിയാം. അവരുടെ വിദ്യാലയത്തിലെ കോമ്പൗണ്ടിൽ ഈ കൃഷി അവരുദ്ദേശിച്ച് മനസ്സിൽ കണ്ട പ്രോജക്റ്റും അതിൻ്റെ സൊല്യൂഷൻ തെളിയിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി തുടങ്ങി. അപ്പോൾ അവരിതെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ സ്കൂൾ വിദ്യാലയ തലത്തിൽ ശരി, പക്ഷേ ജില്ലാതല മത്സരത്തിൽ ഈ സാധനം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇത് അവിടെ അവരെ പറമ്പിൽ കിടക്കുന്ന സംഗതിയല്ലേ. ഒരു പ്രശ്നമില്ല, ഒരു ചെറിയ വീഡിയോ എടുക്കുക, എന്നിട്ട് ആ വീഡിയോ കൂടി നിങ്ങളുടെ അങ്ങനെയുള്ള പ്രോജക്റ്റുകളിൽ ആ വീഡിയോ അവതരിപ്പിക്കുന്ന ഒരു 2 മിനിറ്റ് വീഡിയോ, അപ്പോൾ അത് ഒരാൾ ആ 2 മിനിറ്റ് വീഡിയോ അവതരിപ്പിക്കുക, ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയായാലും 8 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കൈകൊണ്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതിൽ ചെയ്യണമെന്ന് നിർബന്ധമേ ഇല്ല.
നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആശയങ്ങളുടെ മൂല്യമാണ് ഞങ്ങൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പരിഹാരത്തിന് നല്ല പരിഹാരമായിരിക്കില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതോ രാജ്യത്ത് ഇതിനു മുമ്പ് കണ്ടെത്തിയതാവാം. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ വേറെ എവിടെയും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതൊക്കെ നല്ലതാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ജഡ്ജിമാരെ നോക്കിക്കോളൂ. അത് പിന്നെ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതിലും ചെറിയ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞാൽ അതും നമ്മളൊരു ഇന്നോവേഷനായിട്ട് അംഗീകരിക്കും. ശരി. അടുത്ത അനാമികയുടെ ഒരു ചോദ്യമാണ്, 2 ഭാഷയിൽ എഴുതിയാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മലയാളം കൂടെ ചേർത്താണോ ഉദ്ദേശിക്കുന്നത്? ആണോ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ശ്രീ ഗുരുദേവ സെൻട്രൽ സ്കൂൾ അവരുടെ 6 ഗ്രൂപ്പുള്ള ഒരു സ്കൂളാണ്, വളരെ ആക്റ്റീവാണ്. അതിൽ ആരെങ്കിലും ഒരു കുട്ടിയെ സംസാരിച്ചോ? സാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ, ഏതാ ചോദ്യം? സാർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഉത്തരം കിട്ടിയോ? നിങ്ങളിപ്പോ ചോദിച്ചോളൂ. ചോദിച്ചോ, ഒന്നുകൂടെ ചോദിച്ചോ. സാർ നേരത്തെ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡൗട്ട് ചോദിച്ചപ്പോ. ആണോ? ഓക്കെ ഓക്കെ. അടുത്ത GHSS പുത്തൂർ. ആരെങ്കിലും ഉണ്ടോ? GHSS പുത്തൂർ. സംശയമുണ്ടോ? ചോദിച്ചായിരുന്നു ഡൗട്ട്. ഓക്കെ. വിമലഹൃദയ ഗേൾസ് ഹൈസ്കൂളിലോ വിമലഹൃദയ ഗേൾസ് ഹൈസ്കൂളിൽ ചോദ്യം ചോദിക്കാനുണ്ടോ? മൊത്തത്തിൽ 8 സ്കൂളാണ് സാർ പങ്കെടുത്തിരിക്കുന്നതിനാണ്. അപ്പൊ അതിലെല്ലാവരും എല്ലാ സ്കൂളിൽ നിന്നും ഒരു ചോദ്യം വന്നു. ഇനി അതേ അതിന് വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ ചോദിക്കാനുണ്ടോ? ശ്രീബുദ്ധ ഇമെയിലുകളൊക്കെ അയച്ച കൂട്ടരാണല്ലോ. ഇമെയിൽ അയച്ച എല്ലാവരും പങ്കെടുത്തിട്ടുമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷന് ഇമെയിൽ തന്നെ ആയിരിക്കും. പക്ഷെ അത് കുഴപ്പമെന്ന് നിങ്ങൾ വല്ലപ്പോഴും ഇമെയിൽ നോക്കണം. ഞാനിപ്പോ 35 ഇമെയിൽ അയച്ചാ പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ റിപ്ലൈ വന്നോളൂ. അത് ഇമെയിലുകൾ നോക്കുന്നില്ല, അതാ പ്രശ്നം. ബന്ധപ്പെട്ട് നിങ്ങൾ ഇമെയിൽ അയച്ചാൽ ഇനി അങ്ങോട്ട് അപ്പൊ എല്ലാവരോടും പറയാനുള്ളതാണ്, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യത്തെ മത്സരം തുടങ്ങുന്നവരെയും അത് കഴിഞ്ഞ് പിന്നീട് മറ്റ് മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും അവര് ഈ വാട്സാപ്പ് ഗ്രൂപ്പും ഇമെയിലും മുടങ്ങാതെ ദിവസേന നോക്കണം. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവും. അതുപോലെ വേറെ ഒന്ന് പറയാനുള്ളത്, ഈ ജൂൺ 5-ന് ഗ്രീൻ എനർജി ഫോറവും വേൾഡ് മലയാളി കൗൺസിലും നേച്ചേഴ്സ് ഗ്രീൻ ഗാർഡിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NGOവും ഈ 3 പേരും കൂടി 2025-ലത്തെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നുണ്ട്. അതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഇതുപോലെ വളരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള 4-5 മലയാളികളാണ് അതിൽ സംസാരിക്കുന്നത്, വിദഗ്ധരാണ്. അപ്പോൾ അവരുടെ ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ ലിങ്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ കൂടി അയച്ചു തരും. താല്പര്യമുള്ള കുട്ടികളും മെന്റർ ടീച്ചേഴ്സും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങളുടെ പ്രോജക്റ്റിനെ നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടിക്കൂടായികയില്ല. കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ കിട്ടിക്കൂടായികയില്ല. കാരണം അത്തരത്തിലുള്ള വിദഗ്ധരെയാണ് നമ്മൾ ചട്ടം കെട്ടിയിരിക്കുന്നത്. അപ്പം അവരെല്ലാം വരും. അത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. ഇവരെല്ലാവരും വിളിച്ചിട്ടുള്ള എല്ലാവരും മലയാളീസ് തന്നെയാണ്. പക്ഷെ പലരും ഇന്ത്യക്ക് വെളിയിലും കേരളത്തിന് വെളിയിലും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിനായിട്ട് അതൊരു സ്റ്റഡി ക്ലാസ് ആയിട്ട് പോലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് മത്സരത്തിന് മുമ്പ് ഒന്നുകൂടി നിങ്ങളെ പ്രോജക്റ്റിന്റെ സൊല്യൂഷൻ അതുപോലെ തന്നെ നിങ്ങളെ വർക്ക് ബുക്ക് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാം. അപ്പോൾ ഇനി ആർക്കും ചോദ്യങ്ങളില്ലെങ്കിൽ എനിക്ക് GHSS തേവന്നൂർ ചോദിക്കാറുണ്ടോ? GHSS തേവന്നൂർ ചോദിക്കാൻ മടിയാണെന്ന് തോന്നുന്നു. സ്കൂൾസ് ഒരുപാടുണ്ട്.
ശ്രീനാരായണ അല്ലെങ്കിൽ പബ്ലിക് സ്കൂൾ ഉണ്ടോ? ആരും ചോദിക്കാണ്ട് ചോദിച്ചോ. ചോദ്യങ്ങൾ വന്നില്ലേലും എനിക്ക് അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇന്നിത് പങ്കെടുത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും മെന്റർ ടീച്ചേഴ്സും ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഴുക്കെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാമോ? എന്തെങ്കിലും ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറയാം. 2, നിങ്ങളെല്ലാവരും ഈ മത്സരത്തിൽ, നിങ്ങളുടെ ഈ ഗ്രൂപ്പുകൾ എല്ലാം മത്സരത്തിൽ പങ്കെടുക്കും. ഞാൻ പറഞ്ഞ രീതിയിൽ 31-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യും എന്ന് ഉറപ്പാക്കാമോ? അതിന് വേണേൽ നിങ്ങൾക്ക് പറയാം. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല, എൻ്റെ ഗ്രൂപ്പും മത്സരിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. പിന്മാറുന്നവർ കുഴപ്പമൊന്നുമല്ല. പക്ഷേ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് നോക്കാം, അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മറിച്ചൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റായത്. ഈ ലോകത്തെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഭാവിയിൽ നിങ്ങളുടെ സ്കൂളിലും വ്യക്തിപരമായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു അംഗീകാരം കിട്ടും. നിങ്ങളുടെ CV-യിലോ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം കാണിക്കാൻ പറ്റും. അത്ര വളരെ ഒരു നല്ലൊരു പ്രോജക്റ്റാണിത്. അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. അതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഗ്രീൻ എനർജി ഫോറത്തിൽ. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അതിനകത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും അതിനകത്ത് റെക്കോർഡ് ചെയ്തു, എല്ലാ വീഡിയോയും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞോ. സാർ, ഐ ഹാവ് എ ഡൗട്ട്. സാർ ഒന്നും കൂടി ഈ പ്രോജക്റ്റിനെ കുറിച്ച് ചെറുതായിട്ട് ബ്രീഫ് ചെയ്തൊന്ന് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേണ്ട, ജസ്റ്റ് ഒരു കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാനായിട്ട് ചെറുതായിട്ട് ബ്രീഫ് ചെയ്തൊന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാവാത്ത ഭാഗം പറയൂ. കാരണം ഞാൻ ഒരു 40 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് മുഴുവൻ വിവരിച്ചത്, ഏറ്റവും ചുരുക്കി വിവരിച്ചത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാൻ ഒന്നാമത് സമയമില്ല, രണ്ടാമത് അത് ആരോഗ്യപരമായിട്ട് നല്ലൊരു കാര്യമല്ല. അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്ത ഭാഗം എന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ ആ ഭാഗം മാത്രം പറഞ്ഞുതരാം. സംശയം ചോദിച്ചോ. പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ ആണോ, അത് നിങ്ങളെ സബ്മിഷൻ ആണോ, എന്താണ് നിങ്ങളെ സംശയം? അതിനെ ചോദിച്ചോ. എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള നമ്മുടെ പ്രസൻറ്റേഷൻസ് അതിൽ പോയി സാവകാശം നോക്കിയാലും മതി. യൂട്യൂബ് ചാനൽ നമ്മൾ 13 ടോക്ക് നടത്തിയിട്ടുണ്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ. അതിനകത്ത് കയറി നോക്കിയാൽ എല്ലാ റെക്കോർഡഡ് അതിനകത്തുണ്ട്. എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ഇതിൽ വിഷയങ്ങളായി വരും എന്നുള്ളതൊക്കെ ഉദാഹരണങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള സമയത്തിൻ്റെ ഇടയിൽ നോക്കാവുന്നതാണ്. മറ്റേ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് മുഴുവൻ ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ചോദിച്ചു, ഇനി ഞാനിത് മുഴുക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേറൊരാൾ സാറേ എനിക്ക് മുഴുവൻ മനസ്സിലായില്ല ഒന്നുകൂടി പറയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഈ മീറ്റിങ്ങിൽ വരുന്നത് ഈ കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ചും നിങ്ങൾ ഇന്നവേറ്റേഴ്സ് ആയിട്ട് വളരേണ്ടുന്ന കുട്ടികൾ, ഇത്തരത്തിലുള്ള നമ്മളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിങ്ങൾക്കൊരു ക്ലാസ് തരുന്നത്. ഒട്ടേറെ തയ്യാറെടുപ്പോടുകൂടി പല കാര്യങ്ങളും, ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പം അങ്ങനെയുള്ള ഒരാൾ ക്ലാസ് നൽകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇനി അഥവാ നിങ്ങൾ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ,
നിങ്ങൾ മുമ്പ് നേരത്തെ ജോയിൻ ചെയ്ത നിങ്ങളെ അടുത്ത സ്കൂളിലത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്കൂളിലത്തെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലുള്ള കുട്ടികളോട് ദയവായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും ഒരു സംശയം ചോദിച്ചോ ഷാനിയ? അല്ലെങ്കിൽ ഷാനിയ ആലോചിച്ച് നോക്കുക. അപ്പോഴത്തേക്ക് അർച്ചന എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ ചോദിച്ചോ. അർച്ചന അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. ചോദിക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ്. എല്ലാവർക്കും ചോദിക്കണമെന്നുണ്ടോ? പക്ഷെ ചോദിക്കാൻ മടിയാ. ഓക്കെ, അപ്പോ ഇനി കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് മെന്റർ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഒരാൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ കൊള്ളാം. മെന്റർ ടീച്ചേഴ്സ് ആരും ഇല്ലേ? ശരി, ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദ്യം ചോദിച്ചോ, അല്ലെങ്കിൽ നിർത്താൻ അടുത്ത ക്ലാസ്സിൽ പോകണം. സാനിയക്ക് ഇപ്പോഴും എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. സാനിയക്ക് ചോദിക്കണേ ചോദിച്ചോ. ചോദിച്ചോ. കേട്ടില്ല. യൂട്യൂബ് ചാനൽ അല്ലേ? യൂട്യൂബ് ചാനലിന്റെ പേര് പിന്നെ നിങ്ങൾ ഈ സ്കൂളിന്റെ ഇതിലുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ സ്കൂളിന്റെ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, പോസ്റ്റ് ഇട്ടേക്കാം. യൂട്യൂബ് ചാനലിന്റെ പേര് ഇട്ടേക്കാം. കാരണം ഓർത്തിരിക്കാൻ വിഷമമായിരിക്കും. അതിട്ടേക്കാം. നിങ്ങൾ ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് എല്ലാവരും നോക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഗ്രൂപ്പ് നോക്കണം, ഇമെയിൽ നോക്കണം. ഇമെയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ. ഞങ്ങൾക്ക് ഒരു 35 ഇമെയിൽ വരെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് പല. പക്ഷെ അത്രയും പേര് കയറിയായിട്ട് കാണുന്നില്ല. എനിക്ക് വന്നാൽ എല്ലാവരും നിങ്ങൾ നോക്കുന്നില്ല ഇതിനകത്ത്. ശരി, ആർക്കും ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ നിർത്താം. ലാസ്റ്റ് ചോദ്യം ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എനിബഡി? സാറിന് അവസാനമായിട്ട് എന്ത് പറയണ്ടോ സാർ? ലാസ്റ്റ് വല്ലതും പറയാനുണ്ടോ? ഇവരെല്ലാവരും തയ്യാറായി മത്സരത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. മത്സരത്തിന്റെ ഡേറ്റ് ഫസ്റ്റ് ജൂൺ സെക്കൻഡ് വീക്ക് അങ്ങനെ മെന്റർ ടീച്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാനുള്ള അതാണ്. അവര് സംസാരിക്കുകയാണെന്ന് അവരാരും സംസാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇമെയിലിൽ കൂടിയും പിന്നെ വാട്സപ്പിൽ കൂടിയും നമുക്കത് ചോദിക്കാം, അന്വേഷിക്കാം. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതുകൂടി എടുത്തിട്ട് തീരുമാനിക്കാം. ഏതായാലും 8-നും 12-നും ഇടക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പം ക്ലാസ് നിർത്താം. അപ്പൊ ഇന്നത്തെ ഈ പിന്നെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും നമ്മൾ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള സ്റ്റേജിൽ പല പല ഡൗട്ട്സും ഉണ്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അത് ചോദിക്കാനുള്ള ഒരു ധൈര്യം കാണുന്നില്ല. കുഴപ്പമില്ല, നിങ്ങളെ പ്രോജക്റ്റ് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ വഴി ചോദിച്ചാൽ നമ്മൾ മറുപടി തരാനാണ്. greenenergyforum3@gmail.com പറഞ്ഞ നമ്മുടെ ഇമെയിലിൽ എന്ത് ചോദിച്ചാലും മറുപടി നമുക്ക് തരാം. ഇപ്പം ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇന്ന് സുഖമില്ല ഇരുന്നിട്ട് കൂടി നമ്മൾ ഈ പിന്നെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു വിശദീകരണം തന്നതിന് PK ദാമോദർ സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അടുത്ത ഹൈസ്കൂൾ ലെവലിലെ പ്രോഗ്രാമിൽ ഇപ്പോൾ കയറണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ലിങ്ക് ഞാൻ ഇത് ചെയ്തേക്കട്ടെ, ക്ലോസ് ചെയ്തേക്കട്ടെ.
എന്താണ് വല്ലതും പറയണ്ടോ?